ആദിശങ്കരന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ശങ്കരോത്സവം പരിപാടികൾക്ക് തുടക്കമായി. മെയ് 12-നാണ് ശ്രീ ശങ്കര ജയന്തി. കാലടിയിലെ ആദിശങ്കര ജന്മദേശ വികസന സമിതിയാണ് പരിപാടിയുടെ സംഘാടകർ. സർവസ്വവും ഒന്നാണെന്ന മഹത്തായ അദ്വൈത ദർശനം ലോകത്തിന് പകർന്നു നൽകിയ ആദിശങ്കരന്റെ ജന്മദിവസമാണ് വൈശാഖ മാസത്തിലെ ശുക്ല പഞ്ചമി ദിനമായ മെയ് 12. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദേശമായ കാലടിയിൽ വിപുലമായ പരിപാടികളാണ് ശങ്കര ജയന്തിയോടനുബന്ധിച്ച് നടക്കുക. ആദിശങ്കര ജന്മദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശങ്കരോത്സവം പരിപാടികൾക്ക് തുടക്കമായി. കഴിഞ്ഞ ഞായറാഴ്ച ശൃംഗേരി മഠത്തിൽ കുട്ടികൾക്കുള്ള പരിപാടികളോടെയായിരുന്നു തുടക്കം. ഈ ഞായറാഴ്ച തിരുനായത്തോട് ക്ഷേത്രത്തിൽ നിന്നും വിളംബര ഘോഷയാത്ര ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളിലൂടെ ശൃംഗേരി മഠത്തിൽ സമാപിക്കും. ഈ ശങ്കരോത്സവം എന്ന തരത്തിൽ അറിയപ്പെടുന്ന ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത സമാജത്തിലെല്ലാ തരത്തിലുമുള്ള എല്ലാ വിഭാഗം ആൾക്കാരും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു ഭേദവ്യത്യാസമില്ലാതെ കുടില്, അക്ഷരാർത്ഥത്തിൽ തന്നെ കുടില് മുതൽ കൊട്ടാരം വരെയുള്ള ആൾക്കാർ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരാളാണ് ജഗദ്ഗുരു ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യർ ജാതി ഉച്ചനീചത്വം എന്നൊക്കെ പറഞ്ഞാണ് പ്രചരണങ്ങൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ സുകുമാർ അഴീക്കോട് അതുപോലെ പ്രഗത്ഭരായ ആൾക്കാർ അവരുടെ പ്രഭാഷണങ്ങൾ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവരൊക്കെ ഇത് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശ്രീശങ്കരനെ സംബന്ധിച്ച്, അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആചാര്യനായ ശ്രീശങ്കരനെ സംബന്ധിച്ച് യാതൊരു ഭേദവ്യത്യാസവും അദ്ദേഹത്തിനില്ല. മുഴുവൻ സമാജത്തെ ഒന്നായി ചേർക്കുന്ന ആളാണ് ശ്രീശങ്കരൻ. പ്രത്യേകിച്ച് സനാതനധർമ്മത്തെ അതിൻ്റെ അടിത്തറ ശക്തമാക്കി ശ്രീശങ്കരൻ. രാമേശ്വരം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഉത്തരഭാഗത്തുള്ള ആൾക്കാർ അവിടെ നിശ്ചയിച്ചു, ദക്ഷിണഭാഗം അവിടെ നിശ്ചയിച്ചു. ഇതെല്ലാം ഒരു ദേശീയ ഉത്ഗ്രഹണത്തിൻ്റെ ദൃഷ്ടിയിലാണ്, ഈ നിലയിലാണ്. അപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക്, കുട്ടികൾക്ക്, സമാജത്തിന് ഒരു ഭേദവ്യത്യാസവും ഇല്ലാതെ ഈ ധർമ്മത്തെ പ്രചരിപ്പിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ജീവിത സന്ദേശം ആ രീതി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആദിശങ്കര ജന്മദേശ വികസന സമിതിയുടെ ഉദ്ദേശം. അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ജസ്റ്റിസ് ചിദംബരേഷ് അദ്ദേഹമാണ് ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ. അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നതാണ്. തുടർന്ന് മഹാപരിക്രമ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഗ്രാമാന്തരങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ശ്രീശങ്കര ഭക്തരെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, അതേപോലെ ഹരഹര ശങ്കര ജയ ജയ ശങ്കര നാമ സങ്കീർത്തനങ്ങളുമായിട്ട്, അതുപോലെ വാദ്യമേളങ്ങൾ, ഫ്ലോട്ടുകൾ ഒക്കെ ആയിട്ട് കീർത്തിസ്തംഭ മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് കാലടിയുടെ തെരുവീഥികളിലൂടെ നടന്ന് ആശ്രമം റോഡ് വഴി മുതലക്കടവിൽ ശ്രീശങ്കരൻ്റെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട മുതലക്കടവിൽ എത്തി പര്യവസാനിക്കുന്നു. തുടർന്ന് നദീപൂജ. മെയ് 8 മുതലാണ് പ്രസിദ്ധമായ കാലടി തീർത്ഥാടനം ആരംഭിക്കുക. 11 നടക്കുന്ന യുവസംഗമത്തിൽ ഡോക്ടർ VV അനിൽകുമാറും ശങ്കു ടി ദാസും സംസാരിക്കും. മെയ് 12 ഞായറാഴ്ച ശൃംഗേരി മഠത്തിൽ സന്യാസി സംഗമം, മഹാപരിക്രമ ആരംഭം, പൂർണാനദി പൂജ, ആരതി, മഹാസ്നാനം കൂടാതെ സാംസ്കാരിക സമ്മേളനവും ഉണ്ടാകും. ജനം, കൊച്ചി.